ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ തിരുനെല്ലിയിൽ നിന്നും തോൽപ്പെട്ടിയിലേക്കുള്ള റൂട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വന്യമൃഗങ്ങളുടെ സാന്നിധ്യം കൂടുതലായിട്ടുള്ള പ്രദേശമാണ് തിരുനെല്ലിക്കാട്. അതിൽ എടുത്തു പറയാനുള്ളത് കടുവയുടെ സാന്നിധ്യം കൂടുതലായിട്ടുള്ള കാടാണ്. ഇവിടെ കടുവയുടെ മുന്നറിയിപ്പ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. സമയം ഇപ്പോൾ രാവിലെ 7 മണിയായി. കുറച്ച് മുന്നേ ഇവിടെ ആനക്കൂട്ടം ഉണ്ടായിരുന്നുവെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. കാട് വളരുന്നതിന് പക്ഷികൾക്കും മൃഗങ്ങൾക്കും ധാരാളം പങ്കുണ്ട്. പക്ഷികളുടെയും മൃഗങ്ങളുടെയും ഒക്കെ വിസർജ്യത്തിലൂടെ കാട് പോലും അറിയാതെ കാട് വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന് തെളിവായിട്ടാണ് നമ്മൾ ഈ കാണുന്ന ആനപ്പിണ്ടം. പക്ഷികളും മൃഗങ്ങളും കഴിക്കുന്ന കായ്കളും പഴങ്ങളിലൂടെയും പല ഭാഗത്തേക്കും വിത്ത് വിതരണം നടക്കുന്നു. ഇവിടെ ഈ ആനപ്പിണ്ടം നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. മാങ്ങേൻ്റെയും ചക്കക്കുരുവും അങ്ങനെ പേരറിയാത്ത പല വിത്തുകളും ഇതിനകത്തുണ്ട്. ഇത് ആനക്കൂട്ടമായിരിക്കില്ല, ഏതോ ഒരു ആനയാണ്. രാത്രി വിശന്നിട്ട് ഏതോ പറമ്പിൽ കയറി ചക്കയും മാങ്ങയൊക്കെ ഇങ്ങനെ കഴിച്ചതിൻ്റെ ഒരു വെപ്രാളത്തിൽ ദഹിക്കാതെ വന്നതായിരിക്കാം. സാധാരണ നമ്മൾ കാണുന്ന ഒരു ആനപ്പിണ്ടത്തിൻ്റെ ഷേപ്പൊന്നും ഇതിൽ കാണാൻ പറ്റുന്നില്ല. കണ്ടോ, കംപ്ലീറ്റ് ചക്കക്കുരുവും മാങ്ങയുടെ വേസ്റ്റൊക്കെയാണ്. പറമ്പിൽ നിന്നാണ് ഇതൊക്കെ കഴിച്ചതെന്ന് നമുക്ക് കൺഫേമായിട്ട് പറയാൻ പറ്റില്ല. കാരണം തിരുനെല്ലിയിൽ പോകുന്ന റൂട്ടിൽ പ്ലാവും ചക്കയൊക്കെ ഒരുപാട് കണ്ടതാണ്. പ്രകൃതിയുടെ ബാലൻസ് നിലനിർത്തിക്കൊണ്ട് പോകുന്നതിനും കാട്ടാനകളുടെ പങ്ക് വളരെ വലുതാണ് കേട്ടോ. ഈ വിസർജ്യത്തിലൂടെ മാത്രമല്ല, കാട്ടിനകത്ത് വലിയ മരങ്ങളൊക്കെ ആനകൾ മറിച്ചിടാറുണ്ട്. ഇങ്ങനെ മറിച്ചിടുന്ന മരങ്ങളുടെ ഗ്യാപ്പിലൂടെ സൂര്യപ്രകാശം എത്തുകയും അവിടെ ചെറിയ സസ്യങ്ങൾ മുളയ്ക്കുകയും ചെയ്യുന്നു. കൂടാതെ ആനകൾ വേരുകൾ പിഴുതു മാറ്റുന്നു. അതിലൂടെയും ചെറിയ സസ്യങ്ങൾ ഇങ്ങനെ മുളച്ചു വരുന്നു. ഈ ആനപ്പിണ്ടത്തിനകത്ത് എന്തോ ഒരു സംഭവം ഇങ്ങനെ അനങ്ങുന്നുണ്ട്. അങ്ങനെ നമ്മൾ നോക്കിയപ്പോൾ കുറച്ച് വണ്ടുകളാണ്. എന്തായാലും അതവിടെ ഇരുന്നോട്ടെ. ഈ ആനപ്പിണ്ടം റോഡിന് നടുക്കായതുകൊണ്ട് എന്തായാലും വണ്ടി കയറി നശിക്കും. അതിൻ്റെ കൂടെ തന്നെ ഈ ചക്കക്കുരുവും മാങ്ങേണ്ടിയുമൊക്കെ ഇല്ലാതാകും. ഇത് കാടിനകത്തായിരുന്നെങ്കിൽ ഭാവിയിൽ ഒരു പക്ഷേ പ്ലാവും മാവുമൊക്കെ വളരുമായിരുന്നല്ലേ.